കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കം തീർക്കാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ പരിഹാരമായില്ല. യുഡിഎഫ് ചെയർമാൻ ആകില്ലെന്ന് ഉമ്മൻചാണ്ടി അറിയിച്ചു. കെപിസിസി അധ്യക്ഷനെ മാറ്റി പുനഃസംഘടന വേണമെന്ന് എഐ ഗ്രൂപ്പുകളുടെ ആവശ്യവും രാഹുൽ ഗാന്ധി തള്ളി. പ്രശ്നപരിഹാരത്തിനായി വീണ്ടും യോഗം ചേരും. തൽക്കാലം പുനഃസംഘടനയില്ല എന്നാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിനു ശേഷമുള്ള ചേരിതിരിഞ്ഞുള്ള ഗ്രൂപ്പ് യുദ്ധത്തിന് പരിഹാരം കാണാനാണ് രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ കേരള നേതാക്കളുടെ യോഗം ചേർന്നത്. രമേശ് ചെന്നിത്തല, VM സുധീരൻ, ഉമ്മൻചാണ്ടി, AK ആന്റണി, കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ പക്ഷേ പ്രശ്നപരിഹാരം കണ്ടെത്താനായില്ല. VM സുധീരനെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ശ്രമിച്ച ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവർക്കെതിരെ രാഹുൽ വിമർശനമുയർത്തിയതായാണ് സൂചന. തൽക്കാലം പുനഃസംഘടനയില്ല. മുതിർന്ന നേതാക്കളെ കൂടി ഉൾപ്പെടുത്തി വിപുലമായ യോഗം വിളിക്കും. യുവജനങ്ങൾക്ക് KPCCയിൽ പ്രാതിനിധ്യം നൽകുമെന്നും യോഗശേഷം മാധ്യമങ്ങളെ കണ്ട മുകുൾ വാസ്നിക് വ്യക്തമാക്കി. Definitely we will have to have an exercise to make changes at various levels, but where and when at what level, these matters we have not discussed today. പുനഃസംഘടന ആവശ്യം തള്ളിയതോടെ ഉമ്മൻചാണ്ടി UDF ചെയർമാൻ ആകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി അറിയിച്ചു. ഇനി ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളും. നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടായോ എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഇങ്ങനെ: പാർട്ടിയുടെ ശക്തിപ്പെടുത്തുന്ന നടപടികളാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത്. യോഗശേഷം പ്രതികരിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. ഗ്രൂപ്പ് തർക്കം സജീവമായിരിക്കുന്നതിനാൽ നേതൃത്വത്തിനെതിരെ പരസ്യപ്രസ്ഥാനം നടത്തുന്നതിനെ ഹൈക്കമാൻഡ് വിലക്കി. KPCC അധ്യക്ഷനെ മാറ്റണമെന്ന AI ഗ്രൂപ്പുകളുടെ ആവശ്യം തള്ളിയ രാഹുൽ ഗാന്ധി പുനഃസംഘടന യുവജനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകി ഉണ്ടാകണം എന്ന നിർദ്ദേശം കൂടി മുന്നോട്ട് വച്ചത് രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും തിരിച്ചടിയായി. ദില്ലിയിൽ നിന്നും ക്യാമറാൻ ശൈലേഷ് കലായിക്കും രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് സർലിംഗ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന BJP ദേശീയ നിർവാഹക സമിതി യോഗത്തിന് ഇന്ന് ഉത്തർപ്രദേശിലെ അലഹബാദിൽ തുടക്കമാകും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ യോഗം ചർച്ച ചെയ്യും. ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും യോഗം തീരുമാനമെടുത്തേക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അലഹബാദിൽ നിർവാഹക സമിതി യോഗം ചേരാൻ BJP തീരുമാനിച്ചത്. 2 ദിവസത്തെ ദേശീയ നിർവാഹക സമിതി യോഗത്തിന് തുടക്കമാകുമ്പോൾ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്ന കാര്യമായിരിക്കും യോഗം പ്രധാനമായും പരിശോധിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമെന്ന നിലപാടാണ് BJP സംസ്ഥാന നേതൃത്വത്തിനും RSSനും ഉള്ളത്. BJP കേന്ദ്ര നേതൃത്വം ഈ നിർദ്ദേശം പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടും എന്നതും കീറാമുട്ടിയായി നിലനിൽക്കുന്നു. കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമനും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ രാജ്നാഥ് സിംഗിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന അഭിപ്രായം പാർട്ടിയിലെ ഭൂരിപക്ഷം പേർക്കും ഉണ്ടെങ്കിലും രാജ്നാഥിന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല. വരുൺ ഗാന്ധിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ RSSന് താല്പര്യമുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ BJP സംസ്ഥാന ഘടകത്തിനും ഭൂരിപക്ഷം കേന്ദ്ര നേതാക്കൾക്കും എതിർപ്പുണ്ട്. കേന്ദ്രമന്ത്രിമാരായ സ്മൃതി ഇറാനി, മഹേഷ് ശർമ്മ, കൽരാജ് മിശ്ര, ഉമാഭാരതി തുടങ്ങിയവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. ദേശീയ നിർവാഹക സമിതി യോഗം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തേക്കും. വൈകുന്നേരം 3 മണിക്കാണ് നിർവാഹക സമിതി യോഗം ആരംഭിക്കുക. ഇതിനു മുന്നോടിയായി രാവിലെ ഭാരവാഹികളുടെ യോഗം ചേരും. 5 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പുകളുടെ വിലയിരുത്തൽ, കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണം, പുതിയ ഭാരവാഹികളെ നിശ്ചയിക്കൽ തുടങ്ങിയവയാണ് യോഗത്തിന്റെ മറ്റ് അജണ്ടകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. പ്രധാനമന്ത്രിയായിരിക്കെ ജവഹർലാൽ നെഹ്റുവിന് അമേരിക്കയിൽ ലഭിച്ച വരവേൽപ്പോ ആദരമോ മോദിക്ക് ലഭിച്ചില്ലെന്ന് തുഷാർ ഗാന്ധി. ബീഫ് വീടിനുള്ളിൽ സൂക്ഷിച്ച സംഭവത്തിൽ കൊല്ലപ്പെട്ട ആൾക്ക് നീതി ഇപ്പോഴും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ബുള്ളറ്റ് ട്രെയിനിനു വേണ്ടി രാജ്യത്ത് മാറ്റിവെക്കുന്ന തുകയുടെ 10% പോലും ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി നീക്കിവെക്കുന്നില്ലെന്നും മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധി പറഞ്ഞു. കൊല്ലത്ത് മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വർഗീയതയുടെ അത്യാപത്ത് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. M. നൌഷാദ് MLA മുഖ്യപ്രഭാഷണം നടത്തി. S. പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. പെരുമ്പാവൂർ കൊലപാതക കേസിൽ ഒടുവിൽ ലഭിച്ച CCTV ദൃശ്യങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി സിഡാക്കിലേക്ക് അയച്ചു. അതിനിടെ ജിഷയുടെ അമ്മ രാജേശ്വരിയെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യും. പെൻ ക്യാമറയുമായി ബന്ധപ്പെട്ട മൊഴികളിലെ വൈരുദ്ധ്യമാണ് ചോദ്യം ചെയ്യാൻ കാരണം. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ അമ്മ രാജേശ്വരി നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യമാണ് പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ കാരണം. ജിഷ പെൻ ക്യാമറ വാങ്ങിയതുമായി ബന്ധപ്പെട്ടും ശരീരത്തിൽ ഒളിപ്പിച്ചു നടക്കാൻ ഇടയാക്കിയിരുന്ന സാഹചര്യങ്ങൾ സംബന്ധിച്ചും വ്യക്തത വരുത്താൻ അന്വേഷണ ചുമതലയുള്ള ADGP B. സന്ധ്യ രാജേശ്വരിയെ നേരിട്ട് ചോദ്യം ചെയ്യും. ആവശ്യമെങ്കിൽ മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്തോടെ രാജേശ്വരിയെ ചോദ്യം ചെയ്യാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
ജിഷ പെൻ ക്യാമറ ഉപയോഗിച്ചിരുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നോ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ എന്നതും അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. അയൽവാസികൾ അടക്കമുള്ളവരിൽ നിന്ന് പോലീസ് വീണ്ടും മൊഴിയെടുക്കുന്നുണ്ട്. അതിനിടെ ഇടുക്കിയിൽ നിന്ന് പിടിയിലായ പ്രതിയെന്ന് സംശയിക്കുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. ഇയാളുടെ DNA പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ കേന്ദ്ര ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് ഇയാൾ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. കൂടാതെ ഇയാളുടെ ശരീരത്തിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുകൾ കണ്ടെത്തിയതും സംശയങ്ങൾക്ക് ഇടയാക്കുന്നു. എന്നാൽ സംഭവത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ജിഷ കൊല്ലപ്പെട്ട ദിവസം പ്രദേശത്ത് സ്ഥാപിച്ചിരുന്ന CCTVയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അവ്യക്തമാണ്. അതിനാൽ ഈ ദൃശ്യങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം CDAC-ലേക്ക് അയച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തിരുവനന്തപുരം കോവളം പനത്തുറയിൽ കടൽഭിത്തി നിർമ്മാണത്തിൽ വൻ ക്രമക്കേട്. കടൽഭിത്തിയുടെ തകർന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തേണ്ടതിനു പകരം മറ്റൊരിടത്ത് പേരിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കോവളം പനത്തുറ വേലിത്തലയിൽ കടൽഭിത്തിയുടെ ഉൾഭാഗം തകർന്ന കടലാക്രമണം രൂക്ഷമായപ്പോൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നാട്ടുകാർ അറ്റകുറ്റപ്പണി നടത്താനായി അധികൃതരെ സമീപിച്ചത്. തുടർന്ന് കടൽഭിത്തിയുടെ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാൻ ജലസേചന വകുപ്പ് തുക അനുവദിച്ചു. എന്നാൽ അധികൃതർ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാതെ മറ്റൊരു ഭാഗത്ത് ഉണ്ടായിരുന്ന കടൽഭിത്തി തകർത്ത് അവിടെ പേരിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. പ്രദേശവാസിയായ നടരാജൻ: അവിടെ കല്ലിപ്പോ ഇടേണ്ട ഒരു കാര്യവുമില്ല. നല്ല ബലമായ സീവാൾ അവിടെ ഉണ്ട്. ഈ ഭാഗത്ത് പിറകു വശത്ത് കല്ലില്ല. ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി ഇവർ പിറകെ പോയത്. അത് ചെയ്തില്ല. അത് ഈ അഴിമതിക്ക് വേണ്ടിയാണ്. തകർന്ന കടൽഭിത്തിയുള്ള തീരത്ത് താമസിക്കുന്നവർ കാലവർഷമായതോടെ ആശങ്കയിലും ദുരിതത്തിലുമാണ്. രാത്രിയും പകലും ഒക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളം കയറും. ഇതിൻ്റെ പുറത്തൂടെ മെയിൻ്റെനൻസ് വന്നെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊരു സുരക്ഷിതമായിരിക്കും. ഇപ്പോൾ വെച്ച് ഈ തെങ്ങിൻ്റെ ഒപ്പം വരും കടൽ. പിന്നെ നമ്മളൊക്കെ ഓടി അപ്പുറത്ത് പോവും. പിന്നെ ജനിച്ച നാട്ടിൽ മരിക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് അതുകൊണ്ട് ഇവിടെ കിടക്കണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടന്ന ഈ അഴിമതി തങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുമ്പോൾ പുതിയ സർക്കാരിൽ നിന്നും പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. കടൽഭിത്തി നിർമ്മിക്കുന്നതിൽ അധികൃതർ നടത്തിയ ഈ വലിയ അഴിമതി പനത്തുറയിലെ തീരദേശവാസികളുടെ ജീവൻ തന്നെയാണ് അപകടത്തിലാക്കിയിരിക്കുന്നത്. പനത്തുറയിൽ നിന്നും ക്യാമറമാൻ RK കുമാറിനൊപ്പം ജിതിൻ ചന്ദ്രൻ. കൊല്ലം ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടം. ഓടയിൽ വീണ യുവാവിനെ കാണാതായി. പോരുവഴിയിൽ ചുഴലിക്കാറ്റിൽ വീടുകൾ തകർന്നു. ഇരവിപുരത്ത് കടലാക്രമണവും രൂക്ഷമായി തുടരുകയാണ്. കഴിഞ്ഞ 3 ദിവസമായി തുടരുന്ന മഴയിൽ കൊല്ലം ജില്ലയിൽ വ്യാപക നാശനഷ്ടം. പോരുവഴിയിൽ ചുഴലിക്കാറ്റിൽ നിരവധി വീടുകൾ തകർന്നു. കൃഷിനാശവും സംഭവിച്ചു. പാവുമ്പയിൽ നടപ്പാലം വെള്ളത്തിനടിയിലായി. കൊല്ലം പാൽക്കുളങ്ങരയിൽ ഓടയിൽ വീണ യുവാവിനെ കാണാതായതായി സംശയമുയർന്നു. അതേസമയം കൊല്ലം ഇരവിപുരത്ത് കടലാക്രമണം രൂക്ഷമായതോടെ തീരവാസികൾ ഭീതിയിലാണ്. വീടുകളിലേക്ക് കടൽ കയറുന്നു. കടൽഭിത്തി പലയിടത്തും തകർന്നതിനെ തുടർന്ന് MLA M നൌഷാദ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ പുലിമുട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീരദേശവാസികൾ കുറച്ചുകൂടെ അതിന് നീളം കൂട്ടണം എന്നാവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ IAT ആണ് ഡിസൈൻ ചെയ്ത് തന്നത്. നമുക്ക് സാങ്കേതികമായി അതല്ലേ സർക്കാരിന് സ്വീകരിക്കാൻ വേണ്ടി കഴിയത്തുള്ളൂ, IAT-കാരുടെ. പക്ഷെ അവരോട് ഇത് കുറച്ചുകൂടെ നീട്ടാൻ കഴിയുമോ എന്ന തരത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഡിസൈൻ ഒന്ന് പുനഃപരിശോധിക്കണം. ഇങ്ങനൊരു അഭിപ്രായമുണ്ട്. അതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടെ ഒന്ന് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായതിനെ തുടർന്ന് ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാൻ എറണാകുളത്ത് പദ്ധതി. ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പഠിക്കാം പഠിപ്പിക്കാം എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി. പണമില്ലാത്തതിന്റെ പേരിൽ എറണാകുളം ജില്ലയിൽ ഇനി ആരും പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരില്ല എന്ന ഉറപ്പാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ജില്ലാ ഭരണകൂടവും അൻപോട് കൊച്ചി എന്ന സൗഹൃദ കൂട്ടായ്മയും ചേർന്നാണ് നിർധന വിദ്യാർത്ഥികളെ സഹായിക്കാൻ പുതിയ പദ്ധതി ഒരുക്കിയത്. പാപ്പ അഥവാ പഠിക്കാം പഠിപ്പിക്കാം എന്ന പേരിലാണ് പദ്ധതി. ഇതുവഴി പഠന സഹായം ആവശ്യമുള്ള ആർക്കും സംഘാടകരെ സമീപിക്കാം. എല്ലാ സഹായവും ഇവർ ഒരുക്കും. ജില്ലാ കളക്ടർ MG രാജമാണിക്യം: ഒരാൾക്കാർക്ക് ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്യാം. അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, സ്കൂളോ കോളേജോ ഇൻസ്റ്റിറ്റ്യൂഷന് സീറ്റ് ഓഫർ ചെയ്യാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള സീറ്റ് ഓഫർ ചെയ്യാം. അല്ല, ഇത് രണ്ടും പറ്റാത്ത ആൾക്കാർ അവർക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ചെറിയ തുക സ്പോൺസർ ചെയ്യണമെങ്കിൽ സ്പോൺസർ ചെയ്യാനായിട്ട് ജില്ലാ കളക്ടറും അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട് ബാങ്ക് ഓഫ് ബറോഡയിലുണ്ട്. സ്പോൺസർഷിപ്പിലൂടെയാണ് ഇതിനാവശ്യമായ പണം കണ്ടെത്തുന്നത്. വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ പഠന ചെലവ് ഭാഗികമായോ പൂർണ്ണമായോ സ്പോൺസർ ചെയ്യാം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
സംസ്ഥാനത്ത് ഒരു വർഷത്തിനകം കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് കേരള ബാങ്ക് രൂപീകരണം. ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളെ ലയിപ്പിച്ച് ഒറ്റ ബാങ്കാക്കി മാറ്റിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുക. സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ സാധ്യത പ്രയോജനപ്പെടുത്തി സ്വന്തം വാണിജ്യ ബാങ്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് കേരള ബാങ്ക് എന്ന പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. പ്രാഥമിക, ജില്ലാ, സംസ്ഥാനം എന്നീ 3 തട്ടുകളിലായി പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകളെ 2 തട്ടാക്കി മാറ്റും. ഇതിൽ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിച്ച് ഒറ്റ ബാങ്കായി മാറും. 600ഓളം ബ്രാഞ്ചുകളുള്ള കേരള ബാങ്കായി മാറുമ്പോൾ കൂടുതൽ നിക്ഷേപം സംസ്ഥാനത്തേക്ക് വരുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇത് ഒരു വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ എല്ലാ ജില്ലാ ബാങ്കുകളും സംസ്ഥാന ബാങ്കും ലയിച്ച് ഒറ്റ ബാങ്കാവും. അപ്പോൾ ബാങ്കിന് അത്രയ്ക്ക് വലുതാവുമ്പോൾ കൂടുതൽ ഡെപ്പോസിറ്റുകൾ സമാഹരിക്കാൻ പറ്റും. അത് കേരളത്തിൻ്റെ വികസനത്തെ ത്വരിതപ്പെടും. ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് യാഥാർത്ഥ്യമാക്കി മാറ്റാൻ പറ്റും. NRI നിക്ഷേപം ബാങ്കിനെ ശക്തിപ്പെടുത്തും. കേരള ബാങ്കിൽ നിക്ഷേപം കൂടുന്നതനുസരിച്ച് കൂടുതൽ വായ്പ നൽകാനും സാധിക്കും. ഇത് സംസ്ഥാനത്തിന്റെ വികസനത്തെ ത്വരിതപ്പെടുത്തുമെന്നും ഐസക് പറയുന്നു. ഇതിനായി ആദ്യഘട്ടത്തിൽ റിസർവ് ബാങ്ക്, നബാർഡ് എന്നിവരുമായി സർക്കാർ ചർച്ച നടത്തും. RBI വ്യവസ്ഥ പ്രകാരമാകും ബാങ്ക് പ്രവർത്തിക്കുക. കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള നടപടികളുടെ ഭാഗമായാണ് കേരള ബാങ്ക് യാഥാർത്ഥ്യമാകുന്നത്. എസ് ഷീജ, തിരുവനന്തപുരം. EMSന്റെ ലോകം ദേശീയ സെമിനാറിന് മലപ്പുറം മഞ്ചേരിയിൽ ഇന്ന് തുടക്കമാകും. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ജനപക്ഷ കേരളം, പ്രതീക്ഷയും വെല്ലുവിളികളും, വർഗീയ ഫാസിസം, ഭീഷണിയും പ്രതിരോധവും തുടങ്ങി 2 വിഷയങ്ങളിലായി 2 ദിവസത്തെ സെമിനാറാണ് നടക്കുന്നത്. പ്രഭാത് പട്നായിക്, സുനിൽ പീളയിടം, KEN, ഹമീദ് ചേന്നമംഗലൂർ തുടങ്ങിയവർ പങ്കെടുക്കും. 13-ന് സമാപന സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. EMSന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് EMS സ്മാരക പഠന ഗവേഷണ കേന്ദ്രമാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സേന ജവാന്റെ കുടുംബത്തോടും അവഗണന കാട്ടുന്നതായി കുടുംബം. കഴിഞ്ഞ മാർച്ചിലാണ് വടക്കേ ഇന്ത്യയിൽ വെച്ച് മരണപ്പെട്ട ജവാന്റെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിലെത്തിച്ചത്. കഴിഞ്ഞ മാർച്ച് 24-ലാണ് ഛത്തീസ്ഗഡിൽ വെച്ച് RPF ജവാൻ അനിൽ മരണപ്പെട്ടത്. മരണശേഷം മൃതദേഹം എംബാം ചെയ്യാതെയാണ് നാട്ടിലെത്തിച്ചത്. ഇതുമൂലം ഭർത്താവിന്റെ മുഖം അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും കഴിഞ്ഞില്ലെന്നിവർ പറയുന്നു. നമ്മുടെ വീടിന് വേണ്ടിയിട്ടല്ലല്ലോ, 12 വർഷവും നാടിന് വേണ്ടി തന്നെ ജീവിച്ച ഒരാളല്ലേ. എന്നിട്ട് ഒരു പുഴുത്ത പട്ടിക്ക് കൊടുക്കുന്ന ഒരു അരികണ്ണ പോലും ഇല്ലാതെ അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച് അവസാനമായി ആ മുഖം ഒന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഞങ്ങൾക്ക് തന്നില്ല. എംബാം ചെയ്യാതെയും അത് കാരണം കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റിനകത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടി തക്കാളിപ്പെട്ടി പോലൊരു പെട്ടിക്കകത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കിട്ടിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് KC വേണുഗോപാൽ MP അടക്കമുള്ളവർ ഉറപ്പു നൽകിയെങ്കിലും പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, മുൻ ആഭ്യന്തരമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്ന സംഭവത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രിയും വാക്ക് നൽകിയിരുന്നു. കൂടാതെ ജവാന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന മുൻ ആഭ്യന്തരമന്ത്രിയുടെ വാക്കും പാലിക്കപ്പെട്ടില്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആരെങ്കിലും തിരക്കിയില്ല. കാരണം ഒരു ലോൺ എടുത്തിരുന്നു, വീടിൻ്റെ കുറച്ച് പണികളോട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലോൺ എടുത്തിട്ടതുകൊണ്ട് മാത്രമാണ്, ആ കാശ് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നാൾ ജീവിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് ഒരാശ്രയമില്ല. ഇപ്പം 3 മാസം കൊണ്ട് ആ ലോൺ പെൻഡിങ് ആയി കിടക്കും. ഇനി എങ്ങനെ അടയ്ക്കുമെന്നൊരവസ്ഥയിൽ ഇതുമൂലം ഭർത്താവ് നഷ്ടപ്പെട്ട ഈ കുടുംബം ഇപ്പോൾ കടക്കണിയിലാണ്. കടക്കണിയിൽ കഴിയുന്ന ജവാന്റെ ഭാര്യയ്ക്ക് നീതി ലഭിച്ചില്ലെങ്കിലും ജീവിതമാർഗമെങ്കിലും കാട്ടിത്തരണമെന്ന അപേക്ഷയാണ് ഈ കുടുംബത്തിന് ഇപ്പോഴുള്ളത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മഴ കനത്തപ്പോഴും തൃശൂർ മുണ്ടത്തിക്കോട് സ്വദേശി അലക്സ് ജോസഫ് എന്ന കർഷകൻ വിളവെടുപ്പിന്റെ തിരക്കിലാണ്. പരീക്ഷണാടിസ്ഥാനത്തിൽ പോളി ഹൌസിൽ ആരംഭിച്ച പയർ കൃഷി വൻ വിജയമായതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം. വിപണി ഉറപ്പാക്കിയ ശേഷമായിരുന്നു വൻതോതിൽ പയർ കൃഷി നടത്താൻ അലക്സ് പോളി ഹൌസുകൾ തയ്യാറാക്കിയത്. പുരയിടത്തിൽ 500 സ്ക്വയർ മീറ്ററിൽ തയ്യാറാക്കിയ പോളി ഹൗസിലാണ് അലക്സ് ജോസഫ് പയർ കൃഷി ഇറക്കിയത്. നട്ടുനനയ്ക്കാനും ചെടികളെ പരിപാലിക്കാനും സഹധർമ്മിണിക്കൊപ്പം മകൻ 5 വയസ്സുകാരൻ ജോസഫും ഒപ്പം ചേർന്നു. ജോസഫിന്റെ കുരുന്നു മനസ്സിൽ കൃഷിയോടുള്ള താല്പര്യം വളർന്നതിനൊപ്പം പയർച്ചെടികളും വളർന്ന് പന്തലിച്ചു. വിളവെടുക്കാറായതോടെ തോട്ടത്തിലെ ജോലികളിലെല്ലാം അച്ഛനെ സഹായിക്കാൻ ഈ കുസൃതിക്കുട്ടനും ഏറെ ഉത്സാഹമാണ്. പോളി ഹൗസ് രീതിയിൽ സാധാരണയിലധികം വിളവ് ലഭിക്കുമെന്ന ഈ കർഷകന്റെ അനുഭവം. പ്രധാനമായിട്ടും കീടങ്ങളുടെ
ഉപദ്രവങ്ങൾ വളരെ കുറവാണ്. ആൻറ്റിവൈറസ് നെറ്റ് കടന്നിട്ട് ഒരു സാധനങ്ങൾക്ക് സാധനം കടക്കാൻ പറ്റില്ല. അപ്പോൾ വിഷം തളിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗ്രീൻ മൈത്രി എന്ന പേരിൽ കർഷകർക്ക് പ്രചോദനം നൽകുന്ന പെരിങ്ങണ്ടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് വിളവ് നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സജീവ പൊതുപ്രവർത്തകരായ ദമ്പതികൾ ജീവിതവൃത്തിക്കായി കാർഷിക മേഖലയിൽ നടത്തുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾ നാടിന് മാതൃകയാവുകയാണ്. കാസർഗോഡ് എളേരി വരക്കാട്ടെ കൈനി ജനാർദ്ദനും ഭാര്യ ജാനകിയുമാണ് നാടിന്റെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. സാമൂഹ്യ പ്രവർത്തനവും വരുമാനമാർഗമായ തൊഴിലും ഒരുപോലെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവർ. കാസർഗോഡ് വരക്കാട്ടെ കൈനി ജനാർദ്ദനും ഭാര്യ ജാനകിക്കും കൃഷിയും പൊതുപ്രവർത്തനവും ഒരുപോലെയാണ്. സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി പൊതുപ്രവർത്തനം കാണുന്ന ഈ ദമ്പതികൾ ജീവിതമാർഗമായാണ് കൃഷിയിലും അനുബന്ധ തൊഴിലുകളിലും ഏർപ്പെടുന്നത്. പച്ചക്കറി കൃഷിക്കൊപ്പം പശു വളർത്തൽ, തേനീച്ച വളർത്തൽ എന്നിവയിലാണ് പൊതുപ്രവർത്തനത്തിനൊപ്പം ഈ ദമ്പതികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പുലർച്ചെ തന്നെ ഉണർന്ന് പണികൾ പൂർത്തിയാക്കിയ ശേഷമാണ് സാമൂഹ്യ പ്രവർത്തനമെന്ന് ജനാർദ്ദനൻ പറഞ്ഞു. 4 മണിക്ക് എഴുന്നേറ്റിട്ട് 6 മണിയാകുമ്പോഴേക്ക് പശുവിന്റെ കറവെല്ലാം കഴിയും. 4 മണിക്ക് രണ്ടാളും എഴുന്നേക്കും. ഒരാൾ ഒരു ഭാഗത്തേക്ക് കുളിപ്പിക്കും, ഞാനൊരു ഭാഗത്തേക്ക് കറക്കാൻ മെഷീനിലുകൊണ്ട് ഇപ്പോൾ കുറച്ച് എളുപ്പമാണ്. അത് കഴിഞ്ഞ് നമ്മളെ മറ്റ് പച്ചക്കറി അതെല്ലാം കുറച്ച് തേനീച്ചെല്ലാം കുറച്ച് നോക്കി ഒരു 8 നമ്മളെ പരിപാടിക്ക് ഇറങ്ങുള്ളൂ. ദമ്പതികൾ ഒരുമിച്ച് തന്നെയാണ് കാർഷിക ജോലികൾ ചെയ്തു തീർക്കുക. അപ്പൊ നമ്മ പൊതുവായിട്ട് മുഴുവൻ സമയമായിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും നമുക്ക് ഒരു വരുമാന മാർഗം ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമാണെന്നുള്ളത് മനസ്സിൽ കണ്ടിട്ട് തന്നെ ഇതാകുമ്പോൾ നമുക്ക് 4 മണിക്ക് എണീച്ചാൽ 6 മണിയാകുമ്പോഴേക്ക് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട പണികളെല്ലാം തീർക്കും. നേരത്തെ പൊതുമരാമത്ത് വകുപ്പിൽ NMR ജീവനക്കാരനായിരുന്നു ജനാർദ്ദനൻ. ഇപ്പോൾ CPIMന്റെ സജീവ പ്രവർത്തകനും എളേരി ലോക്കൽ കമ്മിറ്റി അംഗവുമാണ്. മഹിളാ അസോസിയേഷനാണ് ജാനകിയുടെ പ്രവർത്തന രംഗം. ഏരിയ പ്രസിഡന്റാണ്. നേരത്തെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായിരുന്നു. മുഴുവൻ സമയ പൊതുപ്രവർത്തകരാണ് ഈ ദമ്പതികൾ. എന്നാൽ ജീവിതമാർഗം കണ്ടെത്തുന്നത് കൃഷിയിൽ നിന്നും. ക്യാമറാമാൻ ഷൈജു ബ്ലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. വ്രതശുദ്ധിയുടെ റംസാൻ. ഒരു പകൽ മുഴുവൻ ആഹാരം ഉപേക്ഷിച്ചുള്ള വ്രതാനുഷ്ഠാനത്തിന് ശേഷം നോമ്പ് തുറക്കുമ്പോൾ പോഷകസമൃദ്ധമായ വിഭവങ്ങളാണ് ഒരുക്കുന്നത്. ഗുരുവായൂർ മുതുവട്ടൂർ ജുമാ മസ്ജിദിൽ പലഹാരങ്ങൾക്കൊപ്പം ജീരകക്കഞ്ഞി കഴിച്ചാണ് വിശ്വാസികൾ നോമ്പ് തുറക്കുന്നത്. രാജാ കുടുംബത്തിൽ നിന്നാണ് കഴിഞ്ഞ 80 വർഷമായി മസ്ജിദിലേക്കുള്ള ജീരകക്കഞ്ഞി എത്തിക്കുന്നത്. റംസാൻ കാലമാണ്. നാടെങ്ങും വ്യത്യസ്തമാർന്ന നോമ്പുതുറ വിഭവങ്ങളുടെ രുചിക്കാലം. ഗൾഫിൽ നിന്ന് ലീവെടുത്ത് വീട്ടുകാർക്കൊപ്പം പുണ്യകാലത്ത് എതിരേൽക്കാനെത്തിയതാണ് മാനന്തവാടി എടവക 2-4 കർമ്മപരിണാമമായ റംസാനിൽ നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. മസ്ജിദുകളും സംഘടനകളുമെല്ലാം ഇഫ്താർ വിരുന്നുകൾ ഒരുക്കിയാണ് പുണ്യമാസത്തെ വരവേൽക്കുന്നത്. നോമ്പു തുറക്കാൻ നേരമാവുമ്പോൾ ഈന്തപ്പഴവും പലഹാരങ്ങളും ശീതളപാനീയങ്ങളും ഒരുങ്ങിക്കഴിയും. ഗുരുവായൂർ മുതുവട്ടൂർ ജുമാ മസ്ജിദിൽ ഇവയ്ക്കൊപ്പം ജീരകക്കഞ്ഞിയും കഴിച്ചാണ് വിശ്വാസികൾ നോമ്പു തുറക്കുന്നത്. 8 പതിറ്റാണ്ടായി രാജാ കുടുംബത്തിൽ നിന്നാണ് റമദാൻ മാസത്തിൽ മസ്ജിദിലേക്കുള്ള ജീരകക്കഞ്ഞി എത്തിക്കുന്നത്. പ്രത്യേക ചേരുവകൾ ചേർത്താണ് കഞ്ഞി തയ്യാറാക്കുക. മറ്റു പള്ളികളിൽ നിന്ന് ഭിന്നമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളിൽ ചീരോക്കഞ്ഞി പ്രത്യേക ഒരു വിഭവമാണ്. രാജ ഫാമിലിയാണ് വർഷങ്ങളായിട്ട് അത് തരുന്നത്. വളരെ രുചികരമായ ആസ്വാദ്യകരമായ ഒരു വിഭവമാണ്. ധൂർത്തും ദുർവ്യയവും ഉണ്ടാകാതെ ഭക്ഷണം പാഴാക്കാതെയുള്ള ക്രമീകരണങ്ങളാണ് നടത്തുക. ഈന്തപ്പഴം, തണ്ണിമത്തൻ എന്നിവയ്ക്കൊപ്പം മറ്റ് പലഹാരങ്ങളും മസ്ജിദിൽ ഒരുക്കും. റംസാൻ ദിനങ്ങൾ അടുക്കുന്നതോടെ വിഭവസമൃദ്ധമായ ഇഫ്താർ വിരുന്നാണ് ഇവിടെ നടക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ.